നമസ്കാരം. വി എസ് അച്യുതാനന്ദൻ ഒരിക്കൽ എ കെ ആന്റണിയെ കളിയാക്കി വിളിച്ച ഒരു പേര് ഓർത്തു പോകുന്നു. ആറാട്ടുമുണ്ടൻ. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട് ഘോഷയാത്രയിൽ തിരുവിതാംകൂർ രാജാവ് പങ്കെടുക്കാറുണ്ട്. രാജാവിന് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ മുന്നിൽ നടത്തിയിരുന്ന പൊക്കം കുറഞ്ഞ ആളിനെയാണ് ഇങ്ങനെ വിളിച്ചിരുന്നത്. വെറുതെ മുന്നിൽ നിൽക്കുന്നയാൾ, ആരുടെയെങ്കിലും ശ്രദ്ധ കിട്ടാനായി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നയാൾ എന്നൊക്കെയാണ് അതിൻ്റെ ശൈലി. പുതിയ തലമുറയ്ക്ക് ആറാട്ടണ്ണനെ പരിചയമുണ്ടെങ്കിലും ആറാട്ടുമുണ്ടനെ അറിയാനിടയില്ല. കോൺഗ്രസിൽ ഇപ്പോഴൊരു രണ്ടാം ആറാട്ടുമുണ്ടൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് രമേശ് ചെന്നിത്തല എന്നാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ കോൺഗ്രസിൽ ജനപ്രീതി കൂടിയ നേതാവായി വി ഡി സതീശൻ മാറിയതോടെയാണ് കോൺഗ്രസിലെ ആറാട്ടുമുണ്ടന്മാർക്ക് ഇരിക്കപ്പൊറുതി ഇല്ലാതായത്. രമേശിൻ്റെ ചെന്നിത്തലയിൽ വല്ലാതെ കുത്തലുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. വി ഡി സതീശൻ ഇതുവരെ പറഞ്ഞിട്ടില്ല എൻ്റെ നേട്ടമാണ് നിലമ്പൂർ ഫലമെന്ന്. വിശാലഹൃദയനായ സതീശൻ എല്ലാ ക്രെഡിറ്റും നൽകിയത് ടീം UDFനാണ്. ഏതോ മാധ്യമങ്ങൾ സതീശന് പാരപണിയാനായി ക്യാപ്റ്റൻ എന്ന പേരുകൂടി ചാർത്തിയിട്ട് രമേശനോട് അഭിപ്രായം ചോദിച്ചു. താൻ നേതാവായിരുന്ന കാലത്ത് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച സമയത്ത് തന്നെ ആരും ക്യാപ്റ്റൻ ആക്കിയില്ലല്ലോ എന്നാണ് ചെന്നിത്തലയുടെ പരാതി. ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്ന കാലം പിണറായി വിജയൻ്റെ സുവർണകാലമായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള ഇരിപ്പുവശം കാരണവും ഒത്തുതീർപ്പിൻ്റെയും ഗുണം കൊണ്ടാണല്ലോ ചരിത്രത്തിലാദ്യമായി ഈ ദുർവിധിയെ വീണ്ടും കേരളത്തിൻ്റെ തലയിൽ വെച്ച് കൊടുത്തത്. വാർത്താസമ്മേളനം നടത്തിയും ഹൈക്കോടതിയിൽ കേസിന് പോയും മാത്രം പ്രതിപക്ഷ നേതാവിൻ്റെ പണി ചെയ്തയാളാണ് ചെന്നിത്തല. മാസപ്പടി കർത്താവിൻ്റെ ഡയറിയിൽ PVക്കും വീണയ്ക്കുമൊപ്പം RCയും കടന്നുകൂടിയത് എങ്ങനെയായിരുന്നു? സതീശൻ പ്രതിപക്ഷ നേതാവായപ്പോൾ മുതൽ ചെന്നിത്തലയ്ക്ക് ചൊറിച്ചിലിൻ്റെ സൂക്കേട് കൂടി. തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷം മാത്രമേ ബാക്കിയുള്ളൂ. അടുത്ത മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തല സകല സമുദായ നേതാക്കളെയും കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണ്. പെരുന്നവഴിക്കുള്ള ബന്ധമാണെങ്കിൽ ദൃഢമാക്കി. NSSൻ്റെ സമ്മേളനം പോയി ഉദ്ഘാടനം ചെയ്തു. ചെന്നിത്തല NSSൻ്റെ കുട്ടിയാണെന്ന് സുകുമാരൻ നായർ പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശാലഹൃദയനായ സുകുമാരൻ നായർ ചെന്നിത്തലയ്ക്ക് താക്കോൽ സ്ഥാനം മാത്രമല്ല, വേണമെങ്കിൽ മുഖ്യമന്ത്രി കസേര വരെ പണിതെന്ന് വരും. ചെന്നിത്തല കാവടി എടുക്കുന്നു, ശബരിമലയിൽ പോകുന്നു. NSSുമായി കൂടുതൽ ചേർന്ന് പോകണമെന്നുള്ള ഉപദേശമാണ് നടേശൻ മൊയ്ലാളി നൽകിയിട്ടുള്ളത്. അവരൊന്നിച്ച് കാണാൻ നടേശൻ സാറിന് എന്തൊരു കൊതിയാണെന്നോ. സതീശനാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ തിണ്ണനിരങ്ങാനും സുകുമാരൻ നായരുടെ കാല് തിരുമ്മാനും പോകാറില്ല. അതുകൊണ്ട് തന്നെ ഇരു സമുദായ പ്രമാണിമാർക്കും സതീശനെ പിടുത്തമല്ല. ഹരിപ്പാട്ട് നായരെയും ദില്ലി നായരെയും വിളിച്ചാലും പറവൂർ മേനോനെ പെരുന്നാൾ പരിപാടിയിൽ പങ്കെടുപ്പിക്കില്ല. ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ രമേശ് മേജറാണെന്നായി സതീശൻ്റെ പ്രതികരണം. കരുണാകരൻ പുത്രവാത്സല്യത്താൽ മുരളീധരനെ രാഷ്ട്രീയത്തിൽ ഇറക്കിയതോടെ മുഖം വീർത്തു പോയവരാണ് ചെന്നിത്തലയും ഉണ്ണിത്താനുമൊക്കെ. ലീഡറുടെ പെട്ടി പിടിച്ചും ഡോറ് തുറന്നു കൊടുത്തും നന്നേ ചെറുപ്പത്തിൽ തന്നെ ഗ്രാമവികസന മന്ത്രിയായ പുള്ളിയാണ് ചെന്നിത്തല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൻ്റെ വാലൊന്ന് വിറപ്പിക്കാൻ പോലും പ്രതിപക്ഷ നേതാവായ കാലത്ത് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടേയില്ല. ഒരു വാക്കുകൊണ്ട് പോലും മനുഷ്യനെ ഒന്ന് ഉത്തേജിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. കൂർമ്മ ബുദ്ധിയാണെന്നാണ് പറയുന്നത്. യുവാക്കളുടെ ഒരു സംഘത്തെ ഉണർത്തിയെടുത്ത് പാർട്ടിയെ ഒന്ന് അനക്കി വിടാൻ സതീശൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആർക്കും വേണ്ടാത്ത ഒരുത്തനെ എങ്ങനെയെങ്കിലും UDFൽ വിളിച്ചു കയറ്റി സതീശന് പാരവെക്കാനാണ് സുധാകരനും മുരളീധരനും ചെന്നിത്തലയുമൊക്കെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാലിനെ വരെ മലയാളവും ഹിന്ദിയും പഠിപ്പിച്ച മുതലാണ് അമ്പറിക്ക. രാഹുലിൻ്റെ DNA പരിശോധിച്ചതിൻ്റെ റിസൾട്ട് കയ്യിലുണ്ട്. UDFന് തുടർഭരണം കിട്ടിയിട്ട് വേണം ഇയാൾക്ക് ചെസ്റ്റ് നമ്പർ ഇട്ട് ചാനലുകളെ പൂട്ടിക്കാൻ ഇറങ്ങാൻ. അതെല്ലാം ലീഗും കോൺഗ്രസും ചെയ്തു കൊടുക്കേണ്ടി വരും. ഇയാൾക്കെതിരെ കെട്ടിക്കിടക്കുന്ന കേസുകൾ തന്നെ തീർക്കാൻ വേറൊരു ഹൈക്കോടതി പണിയേണ്ടി വരും. കൊലപാതക കേസ് മുതൽ കയ്യേറ്റവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും എല്ലാം വേറെ. ഹൈക്കോടതി ഇന്നലെയും ചോദിച്ചത് ഇയാൾ സമാന്തര സർക്കാരാണോ, ഇയാൾക്കെതിരെ എന്തുകൊണ്ട് സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം താൻ ഫോൺ ചോർത്തിയതായി അമ്പറിക്ക സമ്മതിച്ചതാണ്. ആരിയാളെ വിളിച്ചാലും സംഭാഷണം റെക്കോർഡ് ചെയ്യുന്നതാണ് പണി. ചെന്നിത്തലയും മുരളിയുമൊക്കെ വിളിച്ച് സതീശനെ തെറി പറഞ്ഞതിൻ്റെ ശബ്ദരേഖ പുറകെ വന്നെന്നിരിക്കും. സർവപ്രതാപിയും ഏകഛത്രാധിപതിയുമായ പിണറായി വിജയനെ എടുത്തിട്ടലക്കിയ അമ്പറിക്കയ്ക്ക് കോൺഗ്രസിനെ ശിഥിലമാക്കാൻ ഒരൊറ്റ ദിവസം മതി. തങ്ങൾക്കും കോയയ്ക്കും കുഞ്ഞാപ്പയ്ക്കും പെരുത്തിഷ്ടമാണെങ്കിൽ പിടിച്ചങ്ങ് ലീഗിൽ ചേർത്തുകൂടെ നിങ്ങൾക്ക്? തമ്മിലടിച്ചും പാരവെച്ചും ഒരു തവണ കൂടി ഭരണം നഷ്ടപ്പെടുത്തിയാൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ് നീയൊക്കെ പുറത്തു ചെന്നാൽ
ജനം ചാണകത്തിൽ മുക്കി ചൂല് കൊണ്ടടിക്കുമെന്നുള്ള കാര്യം ഓർത്തുകൊള്ളണം.